ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുണിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മേ. അതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു കിട്ടിയാ ഞാൻ എത്ര സന്തോഷത്തിലായിരിക്കും അറിയൂ. ഈ കുടുംബം ഇപ്പൊ എരുതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇപ്പൊ നീ ഒരുത്തിയാ. ഇതെല്ലാം തിരുത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവെങ്കിലും ചെയ്. എല്ലാം കേട്ടല്ലോ. ഈ നിമിഷം മുതൽ ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. നീ എന്റെ അടിമയാ. ഞാൻ ജീവൻ കളയാൻ പറഞ്ഞ ജീവൻ പോലും കളയേണ്ട അടിമ. ബോഡി ഹലോ മുത്തശ്ശി. എടി, എന്താ അവിടുത്തെ അവസ്ഥ? എല്ലാവരും ചേച്ചിക്കെതിരാ മുത്തശ്ശി. അവളെ വിശ്വസിക്കരുതെന്ന് ഞാനൊരു1000 വട്ടം നിന്നോട് പറഞ്ഞതാ. നീ കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എടി, ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ. ഇപ്പൊ എനിക്കറിയാം മുത്തശ്ശി, ഒരു വിഷപ്പാമ്പ എന്റെ കൂടെ ഉള്ളതെന്ന്. ഞാനേ അതിന്റെ പല്ല് പറിക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. കണിമംഗലം കുടുംബത്തിനെ അവളൊരു ശാപമാണെന്നും പറഞ്ഞ് അവിടുത്തെ പരമേശ്വരനും പത്മിനിയും ദേവന്റെ കാൽക്കൽ കൊണ്ടിടണം അവളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാ പിന്നെ ഒരു നിമിഷം പോലും അവൾ ആറ്റുവാശ്ശേരിയിൽ ഉണ്ടാവില്ല. ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം നാശത്തിനെ. ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് ഇനി തിരിച്ചറിയേണ്ടത് അച്ഛന്. എന്റെ ഇനിയുള്ള ശ്രമം അതിനാ. അധികമൊന്നും വൈകില്ല മുത്തശ്ശി. എന്റെ ജീവിതത്തിൽ എന്നെ വെല്ലുവിളിച്ചവരാരോ അവരെ എല്ലാവരും ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങും. അവള് കരയും കാല് പിടിക്കുകയും ചെയ്യും. പക്ഷെ നിന്റെ മനസ്സ് അലിയരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം നടത്തിയെടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ രാധിക എനിക്കൊരു തടസ്സമേ അല്ല. രാധികയെ മാത്രല്ല, എനിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല മുത്തശ്ശി. മുത്തശ്ശി നോക്കിക്കോ. എടി, ഇപ്പഴാ നീ എന്റെ പേരക്കുട്ടിയായത്. ഇനി ഞാൻ ഇവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. എടി, ആ സമാധാനം പൂർണ്ണതയിൽ എത്തണമെങ്കിലേ അവള് ചത്തുപോയെന്ന വാർത്ത കൂടി എനിക്ക് കേൾക്കണം. അതവിടെ കിടന്നാലും ശരി, ആറ്റുവാശ്ശേരിയിലായാലും ശരി, തെരുവിലായാലും ശരി. ആ വാർത്ത മുത്തശ്ശിയെ ഞാൻ കേൾപ്പിക്കും. ചത്ത് തൊലട്ടെ.